മണി ചെയിൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ നേരിടുന്ന ഹൈറിച്ച് സെപ്റ്റംബറിൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുമെന്ന് കമ്പനിയുടെ സഹസ്ഥാപക ശ്രീന പ്രതാപൻ. നെറ്റ്വർക്ക് സിസ്റ്റം നിർത്തലാക്കിക്കൊണ്ട് നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് കടക്കാൻ പോവാണ്. ആ ട്രഡീഷണൽ ബിസിനസ്സിലൂടെ ഒരു ഇൻകം ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സെപ്റ്റംബർ മാസം തൊട്ട്. നെറ്റ്വർക്ക് സിസ്റ്റം ഒഴിവാക്കിക്കൊണ്ട് ഒരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് ഹൈറിച്ച് കടക്കാൻ തീരുമാനിച്ചുവെന്നും ഭാവിയിൽ കമ്പനി തിരിച്ചു വരുമ്പോൾ ഇത് പഴയ ബിസിനസ്സിനോട് ചേർക്കുകയും ചെയ്യുമെന്നും ഇവർ പറയുന്നു. തനിക്കും കമ്പനി ചെയർമാൻ കെ.ഡി. പ്രതാപനും ഇനിയും ഹൈറിച്ച് അംഗങ്ങൾ ദുരിതത്തിൽ കഴിയുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ലെന്നും അതിനാലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തത് എന്നുമാണ് ഇവർ വിശദീകരിക്കുന്നത്. നമ്മുടെ നെറ്റ്വർക്ക് സിസ്റ്റം നിർത്തലാക്കിക്കൊണ്ട് തുടർന്ന്, അതായത് ഇനിയിപ്പോൾ ഹൈറിച്ച് വരുന്നവരെ നെറ്റ്വർക്ക് സിസ്റ്റം നിർത്തലാക്കിക്കൊണ്ട് നമ്മളൊരു ട്രഡീഷണൽ ബിസിനസ്സിലേക്ക് കടക്കാൻ പോവാണ്. ആ ട്രഡീഷണൽ ബിസിനസ്സിലൂടെ ഒരു ഇൻകം ഉണ്ടാക്കി നിങ്ങളെല്ലാവരും ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഈ സെപ്റ്റംബർ മാസം തൊട്ട്. അപ്പോൾ ഹൈറിച്ച് വരുമ്പോൾ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ് ഹൈറിച്ചിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. കാരണം ഒരുപാട് പേരുടെ വരുമാനമാണ് 2-3 കൊല്ലമായിട്ട് നിലച്ചു നിൽക്കുന്നത്. ഇനി എനിക്ക് പ്രതാപ് സാറിനും നിങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ വയ്യ. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വീട് ജപ്തി, മക്കളുടെ കല്യാണം എന്നിങ്ങനെ പല കാര്യങ്ങൾക്കായി ഹൈറിച്ച് അംഗങ്ങൾ തന്നെ വന്ന് കാണാറുണ്ടെന്നും പിടിച്ചു വച്ചിരിക്കുന്ന ഫണ്ടിന്റെ പലിശ തുകയിൽ നിന്നും ആവശ്യക്കാർക്ക് പണം എത്തിക്കാൻ ഇടപെടൽ നടത്തുമെന്നുമാണ് ശ്രീന പ്രതാപൻ നൽകുന്ന വാഗ്ദാനം. കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ആളുകൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ട് കമ്പനിയിൽ. കുറച്ചല്ല, വർഷങ്ങളായിട്ട്. ഇപ്പൊ വീട് ജപ്തി, അങ്ങനെ മക്കളുടെ കല്യാണം, അങ്ങനെ ഒരുപാട് പേര് വീട്ടിൽ വരുന്നുണ്ട്. എന്നെ പേഴ്സണലി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കാണുന്നുണ്ട് വന്ന്. അപ്പോൾ ഇവർക്കൊക്കെ നമുക്കൊരു പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്ന് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഹൈറിച്ച് സൊസൈറ്റി വഴി ആവശ്യക്കാരെ കണ്ടെത്തും. ഹൈറിച്ച് അംഗങ്ങളെല്ലാം സംരക്ഷിക്കാനാണ് തീരുമാനമെന്നും ഇവർ വിശദീകരിക്കുന്നു. അപ്പോൾ ജില്ലാടിസ്ഥാനത്തിൽ ആളുകളുടെ ഡാറ്റ കളക്ട് ചെയ്ത് അത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ ഡാറ്റ കമ്പനി തന്നെ കോടതിയിൽ എത്തിച്ച് ആ എമൗണ്ട് കമ്പനി ക്ലെയിം ചെയ്ത് കമ്പനി മേടിച്ച് തരാനാണ് ഇപ്പൊ ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അതുമായി ഞങ്ങളിന്ന് വക്കീലായി സംസാരിച്ചു. വക്കീല് തൊട്ടടുത്ത ദിവസം തന്നെ അത് ഫയൽ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ HCRSകാരോട് ഞാനും പ്രതാപ് സാർ ഉച്ചയ്ക്ക് വിളിച്ച് സംസാരിക്കുകയുണ്ടായി. അത് പ്രകാരം HCRSന്റെ അടുത്ത് മെമ്പർഷിപ്പ് ഇല്ലാത്തവരുടെ പോലും ഡാറ്റകൾ കളക്ട് ചെയ്ത് കമ്പനിയിലേക്ക് എത്തിച്ചു തരണമെന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേഴ്സണൽ ഡാറ്റ ഉണ്ട്, കമ്പനി ഡാറ്റ മൊത്തം ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ തരുന്ന ഡാറ്റയും നമ്മുടെ ഡാറ്റ എല്ലാം ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ട് 30 കോടിയോളം ഏകദേശം നമ്മുടെ ഇൻട്രസ്റ്റിൽ നിന്ന് നിങ്ങളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. ഹൈറിച്ചിൽ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ കേസ് നൽകണമെന്ന പ്രചാരണം ശരിയല്ലെന്നും വിധി വന്നു കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിൽ പരാതിപ്പെട്ടാൽ മതിയെന്നുമാണ് ശ്രീന പ്രതാപന്റെ വിശദീകരണം. കേസുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെല്ലാം ഹൈറിച്ചിന് ബഡ്സ് ആക്ട് ബാധകമാകില്ലെന്നും ഹൈറിച്ച് തിരിച്ചു വരുമെന്നും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ടത്രേ. പിന്നെ അടുത്തൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലെയിമിന്റെ കാര്യം ഞാൻ നമ്മുടെ വാസൻ വക്കീലിന്റെ അടുത്തും രാജേഷ് വക്കീലിന്റെ അടുത്തും എല്ലാം ഞാൻ ക്ലെയിമിന്റെ കാര്യം സംസാരിച്ചിരുന്നു. ഈ കാര്യങ്ങൾ ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിമിനൽ കേസുകൾക്ക് മാത്രമാണ് 3 കൊല്ലത്തിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടത്. ക്രിമിനൽ കേസുകൾക്ക് 3 കൊല്ലത്തിന് പരിധിയില്ലാണ്. സിവിൽ കേസുകൾക്കാണ് 3 കൊല്ലത്തിനുള്ളിൽ ഫയൽ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. ഹൈറിച്ചിന്റെ കേസെല്ലാം ക്രിമിനൽ കേസിൽ വരുന്ന കാരണം ഇപ്പൊ എടുക്കുന്ന എഫ്ഐആറുകളെല്ലാം ക്രിമിനൽ കേസുകളിലെ എഫ്ഐആറുകളാണ്. അതുകൊണ്ട് തന്നെ ഹൈറിച്ച് കേസിൽ ഇത് ബാധകമല്ല എന്നാണ് പറഞ്ഞത്. പിന്നെ കോമ്പിറ്റന്റ് അതോറിറ്റി കണ്ടു കെട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടാണ് 3 കൊല്ലം. അതായത് നമുക്ക് ഇനിയിപ്പോൾ എഫ്ഐആർ ഇടാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ അത് കോമ്പിറ്റന്റ് അതോറിറ്റിയിലേക്ക് ഈ ഫണ്ട് കണ്ടു കെട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്നാണ് 3 കൊല്ലം. അതായത് വിധി വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് അങ്ങോട്ടാണ് 3 കൊല്ലം എന്നാണ് നമുക്ക് കിട്ടിയ അറിവ് 2-3 വക്കീൽമാരോട് സംസാരിച്ചപ്പോൾ. അല്ലാതെ കേസിന്റെ തുടക്കത്തിൽ തന്നെയല്ല. അപ്പൊ എല്ലാവർക്കും ആ ആശങ്ക ഒന്ന് എല്ലാവർക്കും മാറിക്കിട്ടണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ലൈവായി വന്നുകൊണ്ട് തന്നെ അതിനൊരു ആശങ്കയ്ക്കുള്ള ഒരു ഇത് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്തൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഗ്രൂപ്പുകളിൽ എല്ലാം ഭയങ്കരമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് അറിയാം ഞാൻ എന്ത് ചെയ്യണോ ഈ കമ്പനി തിരിച്ചു വരൂലെന്ന്. 100% ഈ കമ്പനി തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പൊ എനിക്കിട്ടെതിരെ പണിയാൻ വേണ്ടിയിരിക്കുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനോജ് സാറ് 100-150% ഉറപ്പ് പറയുന്നത് ഈ കമ്പനി ബഡ്സിൽ പേടില്ല. പിന്നെ ഈ പറയുന്ന നമ്മുടെ മറ്റുള്ള അഡ്വക്കേറ്റ്സ് ആയാലും നമുക്ക് ഇതിനോടനുബന്ധിച്ചുള്ള ആളുകളായാലും പറയുന്നുണ്ട് ഈ കമ്പനി ബഡ്സിൽ പെടില്ല, നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും എന്ന്. നിങ്ങൾക്കെല്ലാം കാശ് തരുന്ന കാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ദൈവങ്ങളായിരുന്നു. ഇപ്പോൾ മോശമായി വിശേഷിപ്പിക്കുന്നത് ശരിയല്ല.
ഹൈറിച്ചിനെതിരെ നൽകുന്ന വഞ്ചനാ കേസുകൾ നിലനിൽക്കില്ലെന്നും ഇവർ യോഗത്തിൽ വിശദീകരിക്കാൻ ശ്രമിച്ചു. കേസ് കൊടുക്കുന്നവർ ഇതെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. ഇതുവഴി ഹൈറിച്ചിനെതിരെ പരാതിപ്പെടുന്നവരെ പിന്മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തുന്നത്. ഒരു കാലത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ദൈവങ്ങളായിരുന്നു, കാശ് തരുന്ന കാലത്ത്. നിങ്ങൾക്കറിയാം, എന്റെയോ പ്രതാപൻ സാറിന്റെയോ ഒരു ഇത് കൊണ്ട് നിങ്ങൾക്ക് പൈസ തരാതെ കൂട്ടിക്കെട്ടിയതല്ല. ശത്രുക്കൾ നമ്മളെ കൂട്ടിക്കെട്ടിച്ചതാണ്. അവിടെ ഒന്നായി നിൽക്കണം. അല്ലാതെ ഞങ്ങളിൽ നിന്ന് വരുമാനങ്ങൾ വാങ്ങുന്ന കാലത്ത് ദൈവങ്ങളും ഇപ്പൊ ഞങ്ങളെ അവള് ഇവള് ഡി പെണ്ണുമ്പിള്ള അങ്ങനെ മോശമായ രീതിയിലും സംസാരിക്കുന്ന ഈ വ്യക്തികൾ ഈ ഹൈറിച്ച് തിരിച്ചു വന്നാൽ ഞങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്ന കൂടി ആലോചിക്കണം. എന്നാലും ആ ഒരു അവസ്ഥ വരുമ്പോ നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങൾ വീണ്ടും ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് മാന്യമായി സംസാരിക്കുക. ഞാൻ നിങ്ങളെ ആരെയും ഗ്രൂപ്പിൽ എവിടെയും വ്യക്തിഗത ചെയ്യാൻ വരാറില്ല. അത് തിരിച്ച് നമ്മൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു കാലത്ത് കിട്ടുമ്പോൾ മാത്രം ദൈവം, കിട്ടാത്ത പിശാചും ഭൂതനൊക്കെയായി മാറി. ഒപ്പം തന്നെ പല പല രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും പ്രതാപ് സാറും ഇപ്പോഴും ഒരു വീട്ടിൽ തന്നെയാണ് ഞങ്ങളുടെ മക്കളോടൊപ്പം താമസം. അങ്ങനെ എന്തൊക്കെ രീതിയിൽ നമ്മളെ കരിവരി തേക്കാൻ പറ്റാവുന്നോ അങ്ങനെയെല്ലാം ചില കൂട്ടർ ഒരുമിച്ചിറങ്ങി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെ ചെയ്യട്ടെ, അവരുടെ ഇഷ്ടം. പക്ഷെ എന്നെയും പ്രതാപൻ സാറിനെയും വിശ്വസിക്കുന്ന, HCRS വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. കാരണം എനിക്കും പ്രതാപൻ സാറിനും ഇത് ഞങ്ങളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നഷ്ടപ്പെടാനുള്ളത് പൈസയാണെന്നുണ്ടെങ്കിൽ 8, 10, 20, 50, 1 കോടിയോ 2 കോടിയോ ആ പൈസയാണെന്നുണ്ടെങ്കിൽ എനിക്കും പ്രതാപൻ സാറിന് നഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ ലൈഫാണ്. നിങ്ങൾക്കറിയാം, ഒരു ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ, അതിന് വിധി വന്നു കഴിഞ്ഞാൽ 3 വർഷം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ ഞങ്ങളുടെ ലൈഫ് പോവാം. പിന്നെ ഓരോ ജില്ലയിലും കേസ് വരുമ്പോൾ ഞങ്ങൾ ഇപ്പൊ പോലും ഞങ്ങൾക്ക് ഇരിക്കാൻ നേരില്ല. കാരണം EOWന്റെ അന്വേഷണത്തിനോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ കേസും സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ജില്ലയിലും ഇപ്പോൾ കോടതികളിൽ FIRകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റ് ക്രൈം ബ്രാഞ്ചിൽ ഇപ്പോൾ ഞങ്ങൾ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഈ സാഹചര്യത്തിൽ പോലും ഞാനും പ്രതാപ് സാറ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയാണെങ്കിൽ ഇന്നലെ വയനാട്, മിനിഞ്ഞാന്ന് വയനാട്, അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഓടി നടക്കാണ്. ഈ FIR കൂടുന്തോറും ഞങ്ങൾക്ക് ഈ ഓട്ടം കൂടും. ഈ കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കമ്പനി തന്നെ ക്ലെയിം ചെയ്യാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, FIR വന്നു കഴിഞ്ഞാൽ ഒരു FIR ക്ലോസ് ചെയ്താലാണ് നമുക്ക് ആ കേസ് അവിടെ ക്ലോസ് ആവുന്നത്. FIR ക്ലോസ് ചെയ്യുമ്പോൾ December 7 വരെ കമ്പനി നിങ്ങളുടെ എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് തന്നിട്ടുണ്ട്. അപ്പൊ December 7 അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ടതിന് ശേഷമാണ് കമ്പനിക്ക് നിങ്ങൾക്ക് ഫണ്ട് തരാൻ പറ്റാതെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ 420 ചീറ്റിംഗ് നിലനിൽക്കില്ല. അത് വക്കീൽമാര് അച്ചട്ടായി പറയുന്ന കാര്യമാണ്, 420 ചീറ്റിംഗ് നിലനിൽക്കില്ല എന്ന്. കേരളം കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ തട്ടിപ്പെന്ന് അന്വേഷണ ഏജൻസികൾ വിശേഷിപ്പിച്ചിട്ടുള്ള ഹൈറിച്ച് മണി ചെയിൻ തട്ടിപ്പിൽ പരാതിപ്പെടുന്നവരെ നിരുത്സാഹപ്പെടുത്താനുള്ള പുതിയ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു വാഗ്ദാനം കമ്പനി മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നത്. ഹൈറിച്ച് സൊസൈറ്റി എന്ന കൂട്ടായ്മയുടെ ഓൺലൈൻ മീറ്റിംഗിലാണ് ശ്രീന പ്രതാപൻ ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സ്ഥാപനം അടച്ചുപൂട്ടി നിയമ നടപടികൾ ആരംഭിച്ചിട്ടും ഇപ്പോഴും കമ്പനി തിരിച്ചു വരുമെന്ന പ്രചാരണം വിശ്വസിച്ച് വഞ്ചിക്കപ്പെട്ട നിരവധി പേരാണ് പരാതി നൽകാതെ ഇരിക്കുന്നത്. 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി GST വകുപ്പ് കണ്ടെത്തിയതിന് പിന്നാലെ ഏകദേശം 1,63,000 ആളുകളിൽ നിന്ന് 10,000 രൂപ വെച്ച് വാങ്ങി 1,630 കോടി രൂപ സ്ഥാപനം തട്ടി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. ഓൺലൈൻ ബിസിനസ് എന്ന പേരിൽ കൂടുതൽ ആളുകളെ ചേർത്താൽ വലിയ തുകകൾ നൽകാമെന്ന് പറഞ്ഞുള്ള മോഹന വാഗ്ദാനങ്ങൾ നൽകി മണി ചെയിൻ തട്ടിപ്പ്, കുഴൽപ്പണം തട്ടിപ്പ്, ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് എന്നിവ നടത്തിയതായാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയത്. കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള HROTT വഴി സിനിമ കാണുന്നവരുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച് തട്ടിപ്പ് നടത്തിയതായും അന്വേഷണ സംഘങ്ങൾ കണ്ടെത്തിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഫൈറ്റിങ്ങിന് ഇറങ്ങുന്നത്. നിങ്ങൾക്കറിയാം, പല ഫിനാൻഷ്യൽ കേസുകളിലും പെട്ട ഇഷ്യൂസ് നടക്കുന്ന ഈ സമയത്ത് ഇപ്പൊ ബിസൈർ ആവട്ടെ, മറ്റേ പോപ്പുലർ ഫിനാൻസ് ആവട്ടെ, അവരുടെ ആരുടെ ഫണ്ടുകളും ഇതുവരെ എവിടെയും ആർക്കും കിട്ടിയിട്ടില്ല. എല്ലാവരും ക്ലെയിം ചെയ്തും പിടിച്ചൊക്കെ നടന്നിട്ടും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആർക്കും പൈസ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ കമ്പനിക്ക് ഒരു തിരിച്ചുവരവ് എത്രയും പെട്ടെന്ന് വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ഫണ്ട് കിട്ടുള്ളൂ. എല്ലാവരും കമ്പനിയുടെ കൂടെ നിൽക്കുക. പക്ഷെ ഞാൻ ഈ ഒരു സൂം വെച്ചിട്ട് നിങ്ങളോട് ആരോട് FIR ഇടാൻ പോകരുതെന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഭീഷണിപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങളോട് കൈയും കാലം പിടിക്കാനല്ല. ഞാൻ നിജസ്ഥിതി മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ വിവരവും വിവേകത്തോടു കൂടി മാത്രം ചിന്തിച്ച് പെരുമാറുക.